വഖഫ് ബില്ലിന്മേൽ അപ്രതീക്ഷിതമായി സുപ്രീം കോടതിയിൽ 27-ാം തീയതി എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ഹിയറിംഗ് നടന്നത്? ഇതിന്മേലുള്ള ഹിയറിംഗ് 22-ാം തീയതിയോടുകൂടി പൂർത്തിയായതാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മിനിഞ്ഞാന്ന് വീണ്ടും ഒരു ഹിയറിംഗ് നടന്നത്. ഈ ഹിയറിംഗിന് ശേഷം ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം. മെയ് 22-ാം തീയതി വ്യാഴാഴ്ചയോടുകൂടി വഖഫ് ബില്ലിന്മേലുള്ള എല്ലാ ഹിയറിംഗും പൂർത്തിയായതാണ്. അതിനുശേഷം വിശദമായി പഠിച്ച് വാദമുഖങ്ങൾ എല്ലാം പരിശോധിച്ച് വിധി പറയുന്നതിന് സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞ് വിധി പറയുന്നത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻകൂട്ടി യാതൊരു അറിയിപ്പുമില്ലാതെ വീണ്ടും ഒരു ഹിയറിംഗ് 27-ാം തീയതി നടന്നത്. ഇത് വളരെ സർപ്രൈസിംഗ് ആയ ഒരു കാര്യമായിരുന്നു. 3 ദിവസം ബാക്ക് ടു ബാക്ക് ഹിയറിംഗ് നടന്നതിന് ശേഷമാണ് വിധി പറയുന്നതിനു വേണ്ടി 22-ാം തീയതി മാറ്റിവെച്ചത്. 1995-ലെ വഖഫ് ബില്ലിന്റെ ചില ക്ലോസുകളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് BJPയുടെ നേതാവായ ഒരു വക്കീൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിന്മേലാണ് സുപ്രീം കോടതി ഇന്ന് അപ്രതീക്ഷിതമായി ഹിയറിംഗ് നടത്തിയത്. ഈ ഹർജി സമർപ്പിച്ച ആളോട് സുപ്രീം കോടതി എന്താണ് ചോദിച്ചതെന്നും അതിനുശേഷം സുപ്രീം കോടതി എന്ത് നടപടിയാണ് എടുത്തതെന്നും നോക്കാം. സുപ്രീം കോടതി കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് ഒരു നോട്ടീസ് അയച്ചു. സുപ്രീം കോടതിയിൽ ഇയാൾ ഒരു PIL, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് സമർപ്പിച്ചത്. ഈ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് 2025-ലെ വഖഫ് ബില്ലിന്മേൽ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് ഗവായിയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ആയിരുന്നു. BJPയുടെ നേതാവും അഡ്വക്കേറ്റുമായ അശ്വിനി ഉപാധ്യായ എന്ന വ്യക്തിയാണ് 1995-ലെ വഖഫ് ബില്ലിലെ ചില ക്ലോസുകളെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഈ ഹർജി സമർപ്പിച്ചത്. അയാൾ സമർപ്പിച്ച ഈ ഹർജിയിൽ കോടതിയിൽ വാദം കേൾക്കണമെന്ന് അയാൾ പറഞ്ഞു. ആദ്യം കോടതി ഈ PIL കണ്ടപ്പോൾ പറഞ്ഞത് ഇത് വളരെ താമസിച്ചു പോയി എന്നാണ്. 1995-ലെ ബില്ലിന്മേൽ തീരുമാനമെടുത്തിട്ട് വളരെ നാളുകളായി എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് കോടതി ഇയാളോട് ചോദിച്ചു. എന്നാൽ പുതിയ ബില്ലിന്മേൽ ഇതുവരെ അന്തിമ വിധി ആയില്ല, ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും ഇയാളുടെ ഈ ഹർജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ കോടതിയെ ബോധിപ്പിച്ചു. അയാളുടെ ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അയാളുടെ ഹർജി ഒരു പെൻഡിംഗ് കേസിലുള്ള ഇടക്കാല ആപ്ലിക്കേഷനായി സ്വീകരിച്ചു. അതായത് 2025-ലെ വഖഫ് ബില്ലിന്മേൽ ഉള്ള തീരുമാനം ഇപ്പോൾ പെൻഡിംഗ് ആണല്ലോ. അപ്പോൾ ആ കേസിലുള്ള ഒരു ഇടക്കാല ഹർജി ആയിട്ടാണ് സുപ്രീം കോടതി ഇതിനെ പരിഗണിച്ചത്. സുപ്രീം കോടതിയിൽ ഈ ഹർജി വന്നപ്പോൾ ജസ്റ്റിസ് മസിഹ് ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത് ഇത്ര കാലമായിട്ടും ഇപ്പോഴാണോ 1995-ലെ ബില്ലിന്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കുന്നത് എന്നാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഹർജി സമർപ്പിക്കാത്തത്? അതായത് 2025-ലെ ബില്ലിന്മേൽ ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ചിലും ഇത്ര ദിവസം ഹിയറിംഗ് നടന്നിട്ട് ഇതുവരെ എന്തുകൊണ്ടാണ് ഹർജി സമർപ്പിക്കാതെ വെയിറ്റ് ചെയ്തത് എന്ന്. ഇതിനെക്കുറിച്ചുള്ള ഓർഡർ ഞങ്ങൾ ഓൾറെഡി പാസ്സാക്കിയതാണ്. അതിനുശേഷം ചീഫ് ജസ്റ്റിസ് ഗവായി പെറ്റീഷണറോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ 1995-ലെ ബില്ലിനെയും ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കുകയാണോ? 1995-ലെ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുന്നതിന് ഈ 2025-ൽ എന്ത് കാരണത്താലാണ് അനുമതി നൽകേണ്ടത്? അങ്ങനെ ഒരു ഹർജി സമർപ്പിക്കാൻ എന്ത് കാരണത്താലാണ് നിങ്ങളെ അനുവദിക്കേണ്ടത്? പിന്നീട് ചീഫ് ജസ്റ്റിസ് തുടർന്ന് പറഞ്ഞത് ഈ കാലതാമസത്തിന്റെ കാരണത്താൽ ഈ പെറ്റീഷൻ ഞങ്ങൾക്ക് നിരാകരിക്കേണ്ടി വരും. ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹർജിക്കാരൻ അശ്വിനി ഉപാധ്യായ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കോടതി 2020-ലും 2024-ലും ഇങ്ങനെയുള്ള ഹർജികളിന്മേൽ വാദം കേട്ടതാണ്. അതിനാൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇത് നിലവിലുള്ള പെൻഡിംഗ് വഖഫ് ബിൽ കേസിലെ ഒരു ഇടക്കാല അപേക്ഷയായി പരിഗണിക്കണം എന്ന്. അതിന് ചീഫ് ജസ്റ്റിസ് ഗവായി മറുപടി പറഞ്ഞത് ഇല്ല, 2025-ൽ അത് നടപ്പില്ല എന്നാണ്. അങ്ങനെ അതിനെ തുറന്ന് തള്ളിക്കളയുകയാണ് ഗവായി ആദ്യം ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം, 22-ാം തീയതി പുതിയ വഖഫ് ബില്ലിന്മേൽ വാദം കേട്ടപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരുന്നു 1995-ലെ ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി വന്നിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ അത് അനുവദിക്കുകയില്ല എന്ന്. എന്നാൽ ഉപാധ്യായ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു വഖഫ് പ്രോപ്പർട്ടി നിയമങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വ്യക്തത വരുത്താനും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും മതപരമായ അവകാശങ്ങളും സംബന്ധിച്ചുള്ള കോടതിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമായി അറിയാനും ഇത് ഉപകരിക്കുമെന്ന്. അങ്ങനെ തുടർച്ചയായുള്ള ആവശ്യങ്ങൾക്ക് ശേഷം
കോടതി അവസാനം ഇത് നിലവിലുള്ള പെൻഡിംഗ് കേസിലെ ഒരു ഇടക്കാല അപേക്ഷയായി പരിഗണിക്കാം എന്ന് സമ്മതിച്ചു. എന്നിട്ട് ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയാണ് ഉണ്ടായത്. ഇതാണ് 27-ാം തീയതി സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളുടെ സംക്ഷിപ്ത രൂപം. 2025 വഖഫ് ബില്ലിലെ 3 പ്രൊവിഷനുകളെ സംബന്ധിച്ചുള്ള വാദങ്ങളായിരുന്നു ഇതുവരെ പ്രധാനമായും കേട്ടത്. അതിന്മേലാണ് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് എന്ന് ഉണ്ടാവുമെന്ന് കൃത്യമായി അറിയില്ല. എന്നാലും അങ്ങനെ ഒരു വിധി വരുമ്പോൾ അത് അന്തിമ വിധി ആയിരിക്കുകയില്ല, മറിച്ച് ഒരു ഇടക്കാല ഉത്തരവ് മാത്രമായിരിക്കും. ഈ 3 പ്രധാന ക്ലോസുകളിൽ മേലുള്ള ഇടക്കാല ഉത്തരവ്, അതായത് വഖഫ് ബൈ യൂസർ, വഖഫ് ബോർഡുകളിലേക്ക് മുസ്ലിങ്ങൾ അല്ലാത്തവരെ നിയമിക്കുക, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരിക്ക് ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്നീ 3 കാര്യങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് കോടതിയിൽ വളരെ വിശദമായ ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും മറ്റ് സീനിയർ അഭിഭാഷകരും ഇതിനെ എതിർത്തുകൊണ്ടുള്ള തങ്ങളുടെ ആർഗ്യുമെന്റ്സ് വളരെ വ്യക്തമായി കോടതിയെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ട് സർക്കാരിന്റെ വക്കീലും പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന്മേലുള്ള ഇടക്കാല ഉത്തരവ് വരുന്നതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാതെ തരമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.